കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ കോടികളുടെ ഫ്ളാറ്റ് തട്ടിപ്പ് ആരോപണം. കർണാടകയിലെ പ്രവാസികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും പരാതി നൽകിയെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും പരാതിക്കാർ പറയുന്നു. കോൺഗ്രസ് നേതാവും കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെതിരെയാണ് കോടികളുടെ ഫ്ളാറ്റ് തട്ടിപ്പ് ആരോപണവുമായി പ്രവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അത് ഇന്നത്തെ വില അനുസരിച്ച് ഒരു 100 കോടി രൂപയ്ക്ക് മേളിൽ അതിന് വിലയുണ്ട്. 100 കോടി രൂപ 100 കോടി രൂപ വിലയുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് വെറും എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് റെൻറ്റ് പോലും തന്നിട്ടില്ലെന്നുള്ള. അവർക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ ഗുണ്ടകളെ വിറ്റ് ഭീഷണിപ്പെടുത്തുക, പോലീസിനെ വിട്ട് അവരെ അറസ്റ്റ് ചെയ്യിക്കുക, കൊല്ലുമെന്ന് പറയുക. നിങ്ങൾ നോക്കിയാൽ ഇവരോടൊക്കെ പ്രായമുള്ളവരെ ഇവരോട് ചെന്ന് കൊല്ലുമെന്ന് പറയുക, ഇവർ നാളെ പോവുമോ? മനസ്സിലായി. അതുകൊണ്ട് വളരെ എന്താ പറയുക, വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് MLA-യും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾ അന്ന് ആദ്യ സമയത്ത് ഇവരുമായിട്ട് ഈ ജോസഫ് ചാക്കോയെ കോൺടാക്ട് ചെയ്ത ടെലിഫോണുകളും വാട്സപ്പ് ചാറ്റുകളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം നമുക്കൊരു യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ ഷഹനാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എന്തായാലും എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാൻ വേണമെങ്കിൽ ടവർ വെച്ച് നോക്കാം. ഞാൻ അവരുടെ വീട്ടിൽ പോയി. അവർ ആ സമയത്താണ് എന്നെ ലൂർ ചെയ്ത് ഇന്നമാതിരി ഇത് യു മസ്റ്റ് എനിക്ക് തന്നേ പറ്റുള്ളൂ, യു മസ്റ്റ് ഡു ഇറ്റ്, എൻ്റെ മരുമോന് ജോലിയില്ല, അതില്ല, അൺഎംപ്ലോയിഡ് ആണ്, ഇതൊക്കെ പറഞ്ഞ് അത് എല്ലാ പ്രൂഫുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ എല്ലാ പ്രൂഫുണ്ട്. പലതരത്തിലുള്ള ഫേവറുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ. അവർ തെരഞ്ഞെടുപ്പ് മത്സരിപ്പോൾ ഫണ്ട് നൽകിയിട്ടുണ്ട്, അവർക്ക് വാഹനം, ആധുനിക സംവിധാനമുള്ള വാഹനം എന്തോ എടുത്തു കൊടുത്തു. അതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ഇതൊക്കെ ഒരു 2013-14 ആ സമയത്താണ് വാഹനം എടുത്തു കൊടുത്തു. പിന്നെ എന്താ ഇന്നോവ എന്ന് പറഞ്ഞൊരു വണ്ടി അതൊക്കെ കൊടുത്തു. പിന്നെ 2014 കണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അത് എല്ലാവരും കൊടുക്കണ മാതിരി തന്നെ ഞാനും കൊടുത്തിട്ടുണ്ട് എവരിത്തിങ്. പക്ഷേ നല്ലൊരു എമൗണ്ട് കൊടുക്കും. ഞങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്പേഴ്സും ബിൽഡേഴ്സും ആണ്. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും പരാതി നൽകിയെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും പരാതിക്കാർ പറയുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നിയമ നടപടിക്കുള്ള ഒരു പേപ്പർ കിട്ടിയിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ അത് ഒഴിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ളൊരു ശ്രമമായിട്ടാണ്. കാരണം ഇതൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ നീണ്ടുപോകും. അതാണ് ഷാനിമോളും ആഗ്രഹിക്കുന്നത്. നിയമപ്രശ്നമായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇന്ത്യയിലെ കോടതി സ്വത്ത് അതാണ് അതിൻ്റെ പോയിന്റ്. അവർ വർഷങ്ങളോളം അവരുടെ കൈവശം ഇരിക്കും. അവർക്ക് നിങ്ങൾ പോയി നോക്കിക്കാണാം, അവർക്ക് അവിടെ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അവർക്ക് അവിടെ വലിയ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഗൗരവതരമായ കാര്യമാണ്. വസ്തുതകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് മറുപടി പറയേണ്ടതുണ്ട്. ക്യാമറാമാൻ ആശ്രയ്ക്കൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.